ഇവളുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒത്തിരി പിള്ളേര് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ആന്റി ഞങ്ങള് ഇത് പോണ്ട് കൗൺസിലിംഗിന് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്, വീട്ടിൽ പറഞ്ഞിട്ടില്ല. So many children are taking counseling. Our children, their parents don't know. They are telling me, auntie, we are going for that, for counseling. Her friends, so many children. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഈ പിള്ളേർ എന്തുമാത്രം സ്ട്രെയിനിൽ കൂടെ എന്നത്. അല്ലോ പിന്നെ ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്ന ഒരു സിനാരിയോ, ഈ പിള്ളേരെ ഞാൻ ചോദിക്കട്ടെ, എത്ര ഈ പ്രായമായ ആൾക്കാർ കുഴഞ്ഞു വീഴുന്നു നമ്മൾ കേൾക്കുന്നുണ്ട്? ആരും കുഴഞ്ഞു വീണിട്ടില്ല, വളരെ റേറാ. കുഴഞ്ഞു വീഴുന്നത് കൂടി കൊച്ചു പിള്ളേര്, യങ്സ്റ്റേഴ്സ് ആണ് കുഴഞ്ഞു വീഴുന്നത്, ഫോളിങ്. സോ ഇറ്റ് ഈസ് ഈ അമിതമായ സ്ട്രെസ്, ഇമ്മൻസ് പ്രഷർ, ഇമ്മൻസ് സ്ട്രെസ്. I think our bodies can't take it. Their minds are, even in her case, her mind, she was very confident that she could do everything, but her body failed her. That's what happened. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞാൽ ഇവിടെ സൂയിസൈഡ് ഒന്നും അല്ലാട്ടോ സാറേ, ഇവിടെ അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ആളല്ല. അവള് വീണതാ, ഹോസ്റ്റലില് വീണ ഇത് ചെയ്തത്, നോട്ട് സൂയിസൈഡ്. She will never commit suicide. She was too brave for that. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ പിള്ളേരെ ശരിക്കും നോക്കണം. നമ്മളെ നോക്കാനുള്ള പിള്ളേരാണ്, നമ്മുടെ നാട് നോക്കാനുള്ള പിള്ളേരാണ്. ആ ജനറേഷനെ നമ്മൾ ഇപ്പോഴെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ മക്കളും എല്ലാം ഒരു വഴിയാവും. അത്ര എനിക്ക് പറയുന്നുള്ളൂ.